വിശദമായ വാർത്തയിലേക്ക്. കാസർഗോഡ് കുമ്പള ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിൽ വിദ്യാർത്ഥികളുടെ പലസ്തീൻ ഐക്യദാർഢ്യ മൈം നിർത്തിവയ്പ്പിച്ചതിൽ അധ്യാപകർക്കെതിരെ പ്രതിഷേധം. PTA മീറ്റിംഗിൽ MSF പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്ന് സരീഷ് PK ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സരീഷ്, എന്തായാലും MSF പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാൻ അധ്യാപകർക്ക് സാധിക്കുന്നുണ്ടോ? നിലവിൽ ഈ PTA യോഗത്തിനിടയിലേക്കാണ് ഈ MSF പ്രവർത്തകർ കയറിയത്. എന്തായാലും ഇപ്പോൾ PTA യോഗം അവസാനിപ്പിച്ചിരിക്കുന്നു. അല്പസമയം മുൻപ് PTA പ്രസിഡന്റ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. മാഡം, ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് പോകും PTA യോഗം? കാരണം വലിയൊരു ആരോപണം ഉള്ളത്. അപ്പോൾ എന്താണ് പ്രിൻസിപ്പൽ എന്ന രീതിയിൽ താങ്കളുടെ മറുപടി വേണം? ഇന്നലെ എന്താ സംഭവിച്ചത്? മീറ്റിംഗ് തുടങ്ങിയപ്പോഴേ പ്രശ്നമായി. തീരുമാനം തിങ്കളാഴ്ച യൂത്ത് ഫെസ്റ്റിവൽ നടത്തണമെന്നുള്ള നിലയിലേക്ക് നീങ്ങി. അതേപോലെ തന്നെ എന്താണ് നടന്നെന്നുള്ളതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് എടുക്കാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത്രയുമേ ഇപ്പോൾ ആയിട്ടുള്ളൂ. അതിനപ്പോഴത്തേക്ക് കാര്യങ്ങൾ ഇത്രയും നമ്മുടെ കൈവിട്ടു പോയി. തീരുമാനമാവുള്ളൂ. ഈ പറയുന്നത് പോലെ ഞങ്ങളാരും ഒരു ദുരുദ്ദേശവും വെച്ചല്ല ഇതിനകത്ത് ഇടപെട്ടത്. അധ്യാപകർ ഒരാഴ്ച കാലമായിട്ട് ഇതിൻ്റെ പുറകിൽ നന്നായിട്ട് കഷ്ടപ്പെടുക. പക്ഷേ അവർ ഒരു ദുരുദ്ദേശവും വെച്ചല്ല. അധ്യാപകരും ഇതുമായിട്ട് സപ്പോർട്ട് ചെയ്ത് PTA ഉണ്ട്. അവരാരും ഒരു ദുരുദ്ദേശവും വെച്ചല്ല നിന്നത്. പക്ഷേ ഇതെങ്ങനെ ഈ രീതിയിലേക്ക് മാറിയെന്നുള്ളത് അന്വേഷിച്ചറിയേണ്ടി വരും. ഇതാണ് സത്യാവസ്ഥ. അത് ഒരു മീറ്റിംഗ് കൂടണ്ടേ? RDDയെ പോലും ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. മേലധികാരികളെ ഒന്നും അറിയിക്കാനായിട്ട് സമയം പോലും കിട്ടിയിട്ടില്ല. ഇതിപ്പം ഞാൻ മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എഗൻസ്റ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും തീരുമാനം RDDയെയും എല്ലാം അറിയിക്കണം. എന്നിട്ടേ തീരുമാനം എടുക്കാൻ പറ്റൂ. എൻ്റെ പേര് സിന്ധു. അതെ. ഇന്നലെ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് ഇന്നലെ സംഭവിച്ചത് എന്ന് കൃത്യമായി അധ്യാപകരോടും ഒപ്പം തന്നെ വിദ്യാർത്ഥികളോടും ആരാഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇന്നലെ സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം അധ്യാപകരുടെ ഭാഗത്തു നിന്നാണ്. കാരണം അധ്യാപകർക്ക് ഇത് അറിയാമായിരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ. അതിന് തീരുമാനങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. അത് നമ്മളിപ്പോൾ പറഞ്ഞിട്ട് ചർച്ച നടക്കുമ്പോഴാണ് അല്ല, പക്ഷേ അതല്ല, അധ്യാപകരുടെ അറിവോടെയാണ് ഈ പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്, വേദിയിൽ എത്തിച്ചതെന്നാണ് പറയുന്നത്. പിന്നീടാണ് ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടായതെന്നാണ് പറയുന്നത്. എന്തായാലും ഈ MSF പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ MSF പ്രവർത്തകർ പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ വിഷയം വലിയ രീതിയിൽ പുറത്ത്, അതായത് ഈ അധ്യാപകനെതിരെ കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ. ശരി സരീഷ്, അവിടെ എന്തായാലും പ്രിൻസിപ്പൽ അവിടെ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ കാണാം. വലിയ ഒരു സമ്മർദ്ദത്തിലാണ് അവരെന്ന് മനസ്സിലാക്കുന്നു. ദുരുദ്ദേശം വച്ചല്ല അധ്യാപകർ ഇടപെട്ടത് എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. തിങ്കളാഴ്ച കലോത്സവം നടത്തണമെന്നാണ് നിലവിൽ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. യോഗം നന്നായി നടത്താൻ സാധിച്ചില്ല. മേലധികാരികളെ അറിയിക്കാനുള്ള ശ്രമം തുടരുകയാണ് എന്നാണ് പ്രിൻസിപ്പൽ സിന്ധു അവിടെ പറയുന്നത്. പ്രതിഷേധം അവിടെ തുടരുകയും ചെയ്യുകയാണ്. സരീഷ് PK ആണ് വിവരങ്ങൾ നൽകിയത്.